6-ാം വയസ്സിൽ തിരൂരിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും വേർപെട്ടുപോയ തമിഴ് ബാലിക സുഹാസിനിക്ക് 1.5 പതിറ്റാണ്ടിന് ശേഷം രക്തബന്ധുക്കളെ തിരികെ ലഭിച്ചു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബന്ധുക്കളെ കണ്ടെത്തുവാൻ കാരണക്കാരനായത് നിലമ്പൂർ പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KT നൌഷാദും. ഇത് സിനിമാ കഥയാണോ എന്ന് ഒരുപക്ഷെ സംശയമുണ്ടാകാം. എന്നാൽ കോഴിക്കോടുള്ള മഹിളാ മന്ദിരം കഴിഞ്ഞ ദിവസം ഈ ജീവിത യാഥാർത്ഥ്യത്തിന് നേർസാക്ഷിയാവുകയായിരുന്നു. മലപ്പുറം താനൂരിൽ ജോലി ചെയ്യുന്ന മാതാവിനെ കാണാൻ തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നും 2010 മുത്തശ്ശിക്കൊപ്പമുള്ള യാത്രയിൽ തിരൂരിൽ വെച്ചാണ് സുഹാസിനിയെ കാണാതാകുന്നത്. അന്ന് അവർക്ക് പ്രായം 6. ഒറ്റപ്പെട്ട കുട്ടിക്ക് തിരൂർ പോലീസ് സംരക്ഷണം നൽകി. അമ്മൂമ്മയെ തേടി അലഞ്ഞ 6 വയസ്സുകാരി കുട്ടിക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു. ആരും അന്വേഷിച്ച് വരാതായതോടെ പോലീസ് സുഹാസിനിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലാക്കി. പിന്നീട് വേങ്ങരയിലെ റോസ് മനാർ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയ വിവിധയിടങ്ങളിൽ താമസിച്ചു. ഇതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയതോടെ കോഴിക്കോട് മഹിളാ മന്ദിരത്തിലായി താമസവും പഠനവും. ഇവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടുപോയ തൻ്റെ ഉറ്റവരെ കാണണമെന്ന ആഗ്രഹം സുഹാസിനിയുടെ മനസ്സിൽ ഉദിച്ചത്. ഇതേ തുടർന്ന് മഹിളാ മന്ദിരം അധികൃതർ പത്രങ്ങളിൽ വാർത്ത നൽകി. എന്നാൽ അനുകൂലമായി ഒന്നുമുണ്ടായില്ല. ഇതിനിടയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KT നൌഷാദ് ഈ ദൗത്യം സ്വമനസാൽ ഏറ്റെടുത്തു. ഉന്നത ഉദ്യോഗസ്ഥരും പിന്തുണയുമായി എത്തി. എവിടെയെല്ലാം ഡ്യൂട്ടി ലഭിക്കുന്നുവോ അവിടെയെല്ലാം നൌഷാദ് സുഹാസിനിയുടെ ബന്ധുക്കളെ തിരക്കി. അങ്ങനെ ഇരിക്കെയാണ് ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി നിലയ്ക്കലിൽ എത്തുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വാഹന ഡ്രൈവർമാരുടെ ഇടയിൽ അന്വേഷണം നടത്തി. ഇങ്ങനെയാണ് കടലൂരിലെ സുഹാസിനിയുടെ പിതാവിനെ കുറിച്ചും സഹോദരിയെക്കുറിച്ചും വിവരം ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിലാണ് നമ്മളത് ഈ പത്രമാധ്യമത്തിലൂടെ ഈ വാർത്തയൊക്കെ സുഹാസിനി എന്ന് പറഞ്ഞ കുഞ്ഞ് അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ കൊടുക്കുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം വന്നപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ CSR സംസാരിച്ചുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ നവംബർ 14-ാം തീയതി ഞങ്ങൾക്ക് ശബരിമല പോകാൻ, ഞാൻ CSR കൂടി ശബരിമല പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടിയാണ്. ശബരിമല ഡ്യൂട്ടി കിട്ടുന്ന സമയത്ത് അവിടെയുള്ള തമിഴ്നാട് വാഹനങ്ങളെല്ലാം കൈകാട്ടി നിർത്തിയിട്ട് അവർക്കൊക്കെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് 5 വയസ്സിൽ കിട്ടിയ കുട്ടിയാണ്, തിരൂര് ബസ് സ്റ്റാൻഡിൽ വെച്ച് കിട്ടിയ കുട്ടിയാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് കുട്ടിക്ക് അറിയില്ല. അന്ന് ചെറിയൊരു പേര് പറഞ്ഞിരുന്നു. ആ പേര് വെച്ചിട്ടാണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇത് തമിഴ്നാട് വണ്ടികൾക്കെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇത് മനസ്സിലാവും. അങ്ങനെ എൻ്റെ നമ്പറിൽ തിരിച്ച് വിളിക്കണം തിരിച്ചറിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ക്ലാസ് കൊടുത്തിട്ടും എല്ലാ പാർക്കിങ്ങിലും തെക്കലുള്ള എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടിലും പോയിട്ടും എല്ലാ ബസ്സിലും കയറിയിട്ട് തമിഴ്നാട് ബസ്സിലെല്ലാം കയറിയിട്ട് ഞാനിത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ സഹപ്രവർത്തകർ മഞ്ചേരിയിൽ ഒരു പോലീസുകാരനെ ഷെയർ ചെയ്ത് കൊടുത്തു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പാലക്കാടിലെ SSB സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സാജു സാർ, അദ്ദേഹം എനിക്ക് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കോയമ്പത്തൂർ ആണ് ഒരു സഹോദരി ഉള്ളതെന്നും ആന്ധ്രയിൽ ഒരു സഹോദരൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ ഫോളോ അപ്പ് ചെയ്തിട്ട് CSR സഹായത്തോടെ മറ്റ് സഹപ്രവർത്തകരുടെ സഹായത്തോടെ അതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിട്ടാണ് ഇവരെ സഹോദരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഇവരെ സഹോദരങ്ങളെ കണ്ടെത്തി ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് ഈ കോഴിക്കോടുള്ള ആ മഹിളാ മന്ദിരത്തിൽ പോവുകയും അവരെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷവും അറിയിക്കാൻ പറ്റാതിരുന്ന സന്തോഷവും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് നമ്മളത് കണ്ടെത്തിയത്. നീണ്ട 15 വർഷത്തിനു ശേഷം അങ്ങനെ സുഹാസിനി തൻ്റെ സഹോദരി മഞ്ജുളയെ കണ്ടുമുട്ടി. തൻ്റെ ഉറ്റവരെ ഇനി ഒരിക്കലും കണ്ടുമുട്ടാനാകാനിടയില്ല എന്ന മനോവേദനയിൽ നിന്നും മുക്തയായ സുഹാസിനി ആ നിമിഷത്തിൽ വിങ്ങിക്കരഞ്ഞു. അപ്പോഴും അമ്മ പാഞ്ചാലിയും മുത്തശ്ശിയും ഇന്നില്ല എന്ന ദുഃഖവും സുഹാസിനിയുടെ മുഖത്ത് നിഴലിച്ചു.
പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെ നൌഷാദിന് ഇത് ആത്മസന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയായിരുന്നു. ജീവിതത്തിൽ മുഴുവൻ അനാഥയായി പോകുമായിരുന്ന ഒരു പെൺകുട്ടിക്ക് തന്റെ ഉറ്റവരെ കണ്ടെത്തി നൽകുവാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതിയിലാണ് നൌഷാദ്. നൌഷാദിന്റെ ഈ മാതൃകാ പ്രവർത്തനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. ഞങ്ങൾ ഒരുമിച്ച്, ഞാനും നൌഷാദും ഒരുമിച്ച് ശബരിമല ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിലയ്ക്കൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് നമുക്ക് നിലയ്ക്കൽ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ വരുന്ന തമിഴ്നാട് വണ്ടികളിൽ, തീർത്ഥാടകർ വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിലെല്ലാം ഈ നൌഷാദ് ഓടിച്ചെന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് നൌഷാദ് ഓടിച്ചെല്ലുന്നുണ്ട്. ഡ്രൈവറെ അകത്ത് കയറിയിട്ട് അവിടെ ടാക്സി വണ്ടി ആണെങ്കിലും അവിടെയുള്ള സ്വാമി ഭക്തരെയൊക്കെ ഈ വീഡിയോയും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കൂടെയുള്ള പോലീസുകാരോട് പറയും, അയാൾ എന്താണ് കാണിക്കുന്നത്, എന്തിനാണ് ഈ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. പിന്നെ നൌഷാദിനോട് ഞാൻ പേഴ്സണലി ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് നിറകണ്ണുകളോടെ, സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറ്റബോധം തന്നെയുണ്ട്, നിറകണ്ണുകളോടെയാണ് നൌഷാദ് ഈ കഥ പറയുന്നത്. ഒരു കുട്ടി മിസ്സായതും തിരൂർ വെച്ച് മിസ്സായിട്ടുണ്ടെന്നും ആ കുട്ടിയെ കണ്ടെത്തി അതിൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നൌഷാദെ നമുക്ക് ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ശബരിമലയിൽ നിന്ന് കിട്ടിയ ആ 10 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ റെസ്റ്റിൻ്റെ ടൈമിൽ പോലും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്തു. ആ കുട്ടിയെ, അതിൻ്റെ പേരൻസിനെ, ബന്ധുക്കളെ ഏൽപ്പിച്ച് അവരെല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയയിലൊക്കെ വരികയുണ്ടായി. വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരനായ ഒരു വ്യക്തി കൂടിയാണ് നൌഷാദ്. കിട്ടുന്ന ശമ്പളത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കാനും, പെട്രോളിങ്ങിന് മുമ്പ് ഒരു കുട്ടി മഴ നനഞ്ഞു പോകുന്നത് കണ്ടാൽ ആ കുട്ടിക്ക് ഒരു പുറം മേടിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ബേസിക്കലി ചിന്തിക്കുന്ന, അതായത് അടിസ്ഥാന വർഗത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ് നൌഷാദിൻ്റെ. ആർക്കും അത് പലയിടത്തും പരസ്യപ്പെടുത്താനൊന്നും അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. അങ്ങനെ ഒരാളൊന്നുമല്ല, പബ്ലിസിറ്റിയിലൊന്നും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ചെയ്തത് മഹത്തരമായ ഒരു കാര്യമാണ്. അതിൽ ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ മാത്രമേ ഭാഗമാക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്.